സേനാപതി വേണു, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വെടിനിർത്തൽ പ്രഖ്യാപനം ഇതിനു വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു. DGMO തല ചർച്ചയാണ് നടത്തുന്നത്. പാക് DGMO ഇന്ത്യൻ DGMOയുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇത് ഇന്ത്യൻ വിജയമായിട്ട് കാണാവുന്നതല്ലേ? തീർച്ചയായും മഞ്ജുഷെ, ഓരോ ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരവും അതോടൊപ്പം തന്നെ ആശ്വാസകരവുമായ ഒരു നിമിഷമാണ് ഇന്നത്തേത്. കാരണം ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിച്ച രാഷ്ട്രമല്ല. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നമ്മൾ ഇപ്പോഴും വളരെ നിയന്ത്രിത രൂപത്തിൽ ശത്രുവിന്റെ താവളങ്ങളിൽ ആക്രമണം നടത്തുന്നു. അതിന്റെ കാരണം എന്താണ്? ഇന്ത്യയുടെ പരമാധികാരത്തിൽ കയറി നമ്മുടെ 26 പൗരന്മാരെയും ഇവിടെ അതിഥിയായി വന്ന ഒരു നേപ്പാളി ഉൾപ്പെടെ 27 ആളുകളെ കശാപ്പ് ചെയ്ത ആ പ്രതികൾക്ക് നേരെയാണ് നമ്മൾ ആക്രമണം നടത്തിയത്. നമ്മൾ ആദ്യത്തെ ദിവസത്തെ 9 ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഹിസ്ബുൾ മുജാഹിദീൻ, ലഷ്കർ-എ തോയ്ബ, അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്, ഇവരുടെ ഭീകര താവളങ്ങളെ മാത്രമാണ് നമ്മൾ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോഴും നമ്മൾ പറഞ്ഞത് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധമല്ല, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പരമാധികാരത്തിൽ കയറി വന്ന് പാകിസ്ഥാന്റെ പിന്തുണയോട് കൂടിയുള്ള ഭീകരർ, ആ ഭീകരർക്ക് നിങ്ങൾ താവളം ഒരുക്കരുത്. ആ താവളം ഒരുക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതിനുശേഷം 3 ദിവസം പാകിസ്ഥാൻ അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഡ്രോണുകൾ അയക്കുകയും ഇതൊക്കെ ചെയ്തു. ഇവിടെ മഞ്ജുഷ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്റർ കോണ്ടിനെന്റൽ ബലസ്റ്റിക് മിസൈലുകൾ അഗ്നി, പൃഥ്വി 1, പൃഥ്വി 2, ആകാശ്, നാഗ്, അത് 2500-3000 ഇവിടുന്ന് തൊടുത്തുവിട്ടാൽ ബീജിംഗിൽ വീഴാൻ പരുവത്തിലുള്ള ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ മിസൈൽ ശേഖരത്തിലുള്ളത്. അത് ചാന്ദിപൂരിൽ നിന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഒക്കെ വിക്ഷേപണം ആരംഭിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം പിന്നെ ഇല്ലാതാകും. അത് അവർക്ക് മനസ്സിലാകും. ഇപ്പം നമ്മളൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത്, അല്ലാതെ നമ്മൾ വേറെ ആക്രമണങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. നമ്മുടെ ചില മിസൈലുകളൊക്കെ അവിടെ ഇവിടെയും അത് ആക്രമിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പിന് വേണ്ടി മാത്രമാണ് നമ്മൾ കൊടുത്തത്. ആ മുന്നറിയിപ്പിൽ തന്നെ പാകിസ്ഥാൻ അവർക്ക് ഒരു നിമിഷവും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യമായി. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മോഹൻ വർഗീസ് സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ നയതന്ത്ര ഇടപെടലുകൾ, അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ അബയൻസ് ആക്കി, നമ്മൾ അങ്ങോട്ട് വെള്ളം കൊടുക്കുന്നില്ല, കൂടുതൽ വെള്ളമുള്ളത് തുറന്നു വിട്ട് നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ഇന്നും ഇന്നലെയും ഒക്കെ ഉണ്ടായിരിക്കുന്ന അവരുടെ ഇടയിലുള്ള സംഘർഷങ്ങൾ, ബലൂചിസ്ഥാനിലൊക്കെ ഉണ്ടായിരിക്കും. മാറ്റമില്ല കേട്ടോ. ഇത് സിന്ധു നദീജല കരാർ റദ്ദാക്കി ആ തീരുമാനത്തിൽ, അത് മരവിപ്പിച്ച ആ തീരുമാനത്തിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല ഇന്ത്യ. അപ്പോൾ ആ നയതന്ത്ര നീക്കം ഇന്ത്യ ഇപ്പോഴത്തെ നിലയിൽ തുടരുക തന്നെ ചെയ്യും. മറ്റു ചില കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമപാത തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ ഈ ഇന്ത്യക്കെതിരെ ആക്രമണം നടക്കുന്ന സമയത്ത് യാത്രാ വിമാനങ്ങൾ പറക്കാൻ അനുവദിച്ചത് അത് വലിയ രീതിയിൽ പാകിസ്ഥാന്റെ ഒരു കുബുദ്ധിയായിട്ട് തന്നെ കരുതിയിരുന്നതാണ്. അത് അങ്ങനെയുമായിരുന്നു. കാരണം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ യാത്രാ വിമാനങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് ഇന്ത്യയുടെ കുഴപ്പമായിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുവാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചതാണത്. പക്ഷെ അത് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പാക് വ്യോമപാത പൂർണ്ണമായിട്ടും തുറന്നിട്ടുണ്ട്. നമ്മൾ 2-3 ദിവസമായി ഈ അതിർത്തിയിൽ കൂടെ പോകുന്ന സിവിൽ ഏവിയേഷൻ എല്ലാം പൂർണ്ണമായും നമ്മൾ നിർത്തി എയർപോർട്ടുകൾ ഏതാണ്ട് അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്. അവർ ഇസ്ലാമാബാദിലെ, ലാഹോറിലെയും കറാച്ചിയിലെയും ഒക്കെ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിക് വിമാനങ്ങളും വിദേശ വിമാനങ്ങളും പറക്കാൻ അനുവദിച്ചു. എന്നിട്ട് ആ വിമാനത്താവളത്തിൽ നമുക്ക് എതിരെ ഡ്രോൺ അയക്കുക. അപ്പൊ നമ്മൾ തിരിച്ചടിച്ചാൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന എന്താ? അവിടെയുള്ള സിവിലിയൻ വിമാനങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാകും. അത് ഇന്ത്യക്കെതിരെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന് അവർക്കറിയാം. കാരണം ഒരു യുദ്ധത്തിൽ പോലും സിവിലിയൻ വിമാനങ്ങളെ ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ രാജ്യങ്ങൾ മാപ്പ് പോലും പറയുന്ന സ്ഥിതിവിശേഷമാണ്. അപ്പൊ പാകിസ്ഥാൻ അറിയാം അത് സിവിലിയൻ വിമാനങ്ങളെ മറയാക്കിക്കൊണ്ട് അവർ നടത്തിയ ഒരു പോരാട്ടമാണ്. പിന്നെ മഞ്ജുഷെ, ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാലും ശ്രീനിവാസനും പറയുന്ന പോലെ ദാസ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ആ സമയം വന്നിരിക്കുന്നു. നമ്മൾ ഓർക്കുന്നത് ശ്രീലങ്കയിലെ LTTയുടെ ഓപ്പറേഷനാണ്. 42 വർഷക്കാലം പ്രഭാകരന്റെ നേതൃത്വത്തിൽ ആ രാജ്യത്ത് ഒരു പ്രത്യേക തമിഴ് ഈഴം ഉണ്ടാക്കാൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടങ്ങൾ. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിരുന്നല്ലോ LTT. അവർ ആ രാജ്യത്തെ തീർക്കാനായിട്ട്. പക്ഷെ അവസാനം അവര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ ഏത് നിമിഷം ലക്ഷ്യം വെച്ചോ അതോടുകൂടി LTTയുടെ തകർച്ചയും ആരംഭിച്ചു. ആ ഭീകര സംഘടന ലോകത്ത് തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇവിടെ 26 ആളുകളെ കൊല്ലാൻ ഈ ജെയ്ഷെ മുഹമ്മദുകാരനും ഈ ഹിസ്ബുൾ മുജാഹിദുകാരനും എപ്പോൾ തോന്നിയോ അവന്റെ നാശം അവിടെ ആരംഭിച്ചിരുന്നു. ഒരു കാര്യം ഇനി നമുക്ക് ആശ്വസിക്കാം, ഇനി ഒരു നിമിഷം ഒരു വിദേശ ഭീകരനും ഇന്ത്യയുടെ മണ്ണിൽ അവന് കടന്നു കയറാൻ പറ്റില്ല. കടന്നു കയറിയാൽ അവനെ വേരോടെ പിഴുതെറിയുമെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിരിക്കാം. അപ്പോൾ
കാലം എല്ലാത്തിനും അതിൻ്റെതായ ഒരു കാവ്യനീതിയുണ്ട്. ഇത്രയും കാലം വെറുതെ കയറി ഈ സാധുക്കളെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഭീകരന്മാർക്ക് പാകിസ്ഥാൻ ഇനി ഒരു കാര്യം ബോധ്യപ്പെട്ടല്ലോ. ഇനി അവിടുന്ന് ലോഞ്ചിങ് പാഡിലൂടെ ഇവരെ ഇങ്ങോട്ട് കടത്തിവിട്ട് ഇവിടെ കലാപമുണ്ടാകും. അത് തന്നെയുമല്ല, കശ്മീരിലെ ജനത പൂർണ്ണമായും ഇവർക്കെതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ ജീവിതമാർഗം വഴിമുട്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഈ ആക്രമണം ഒരു പരിധിവരെ പറഞ്ഞാൽ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഈ ഭീകരവാദത്തെ എന്നേക്കുമായി വേരോടെ പിഴുതെറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ശരിയാണ്, അത് നല്ലൊരു